ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഒരു പാർട്ട് ഓഫ് എ ഡേ ഇൻ മൈ ലൈഫ്. ഇതിനെ ശരിക്കും ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, എ ഫ്യൂ ഹവേഴ്സ് ഓഫ് മൈ ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ജീവിതത്തിലെ ഒരു ചില മണിക്കൂറുകൾ മാത്രം. ഒരു ദിവസമൊക്കെ കാണിക്കുക പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ ഓടി ഓടി കാണിക്കണം. അതുമല്ല, ഇതൊക്കെ എടുക്കണമെങ്കിൽ നല്ല പാടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും ആവട്ടെ. അപ്പോൾ ഞാൻ ചപ്പാത്തി ചുടാ വിചാരിച്ചിട്ട് ഞാൻ മാവ് കുഴയ്ക്കാൻ നമ്മൾ ഈ വെജിറ്റബിൾ കട്ടറില്ലേ, ആ സംഭവത്തിൽ ലേശം അതിന്മേ ഒരു സാധനം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അത് തൈര് അങ്ങനത്തെ സംഭവം മിക്സ് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു. ഞാനത് മാവ് കുഴച്ചൊന്ന് നോക്കാൻ വിചാരിച്ച് കുറച്ച് മാവ് ഇട്ടിട്ട് ആ സാധനം വെച്ചിട്ട് കുഴയ്ക്കാൻ നോക്കി. സംഭവം നടന്നില്ല. അപ്പം ഞാനത് അങ്ങോട്ട് മാറ്റി. എന്നിട്ട് കൈ കൊണ്ട് കുഴച്ച് മാവ് കുഴച്ച് അത് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ മുട്ടക്കറി വെച്ച് കുഷ്കുന്നൊരു സിമ്പിളായി മുട്ടക്കറി വെച്ചിട്ടാ. ഒരു ഒക്കെ മിക്സിയിലൊക്കെ അടിച്ച് ചില സമയത്ത് കറികൾക്ക് നമ്മളൊക്കെ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ വെറും ഗ്രേവി മാത്രമായിട്ട് കിട്ടും. ഈ സവാള, തക്കാളി, കറിവേപ്പില, മല്ലിച്ചപ്പില ഇതൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ ചിലവരൊക്കെ ഇങ്ങനെ പെറുക്കി വയ്ക്കും. എനിക്ക് ആ സ്വഭാവമുണ്ട്. ഞാൻ പെറുക്കി വെക്കും. തക്കാളിയൊക്കെ കറിയിലുണ്ടെങ്കിൽ ഞാൻ പെറുക്കി വെക്കും. അപ്പം അതിൽ നല്ലത് മിക്സിയിലടിച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കറി സംഭവം കുറുകി കിട്ടും. ഈ ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളിയാണ് അങ്ങനത്തെ കറി കൂട്ടാൻ, അല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ കറി ഇഷ്ടമാണോ എന്ന് പറയാം. ഞാൻ സിമ്പിളായൊരു മുട്ടക്കറി വെച്ചിട്ടാണ്. എന്നിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് വെച്ചു. നമ്മൾ ജീവിതത്തിൽ നമ്മൾ ലൈഫിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുക പറഞ്ഞത് ഒരു വലിയ സന്തോഷമാണ്. അതിന് ഒരു ഹാപ്പിയാണ്. കുറച്ച് നേരം കഥകളും സന്തോഷങ്ങളും പറഞ്ഞ് പങ്കുവെച്ച് ഒന്നിച്ച് ഒരു വട്ടത്തിലിരുന്ന് എല്ലാ കറികളും ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്തിട്ട് ഒരു സ്നേഹത്തോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗാണ്, അല്ലേ? ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ലൈഫ്. ഇന്ന് കാണുന്നവർ നാളെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അതൊക്കെ തന്നെ. അപ്പോൾ ഞാനിങ്ങനെ ചപ്പാത്തി ചുട്ടു. ഈ ചപ്പാത്തിയും നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. പൊടി ഇങ്ങനെ അതാണ് ഞാൻ കിരിന്നാക്കിയിട്ട് പൊടി ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ പൊടി ഇങ്ങനെ കരണ്ടിയിട്ട് കിരിന്ന് വരണ്ടിയപ്പോൾ ആ പൊടിയൊക്കെ ഇങ്ങോട്ട് വന്നു. ഞാൻ റേഷൻ കടയിലത്തെ ഗോതമ്പ് വെച്ചിട്ടാണ് ചപ്പാത്തി ഇട്ട്. നോർമലി ഞാൻ ചപ്പാത്തി ഇടാൻ കുറച്ച് മടിയാണ്. ഞാൻ അധികം പാക്കറ്റ് റെഡിമെയ്ഡ് ചപ്പാത്തിയില്ലേ, അതാണ് വാങ്ങിക്കൽ. പക്ഷേ അതത്ര നല്ലതല്ല. പക്ഷേ ചില സമയത്ത് മടിയാണ്. അങ്ങനെ രാവിലത്തെ ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ചിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇത്രയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായ